ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് എറൂസ് ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോലത്തൊരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ വെടിനാട് മേൽപ്പാഴൂർ മനയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആൽക്കുന്നതിൽ നിന്ന് പിറവത്തേക്കുള്ള വഴിയിൽ തേപ്പതി ജംഗ്ഷനിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വഴി കാണിക്കാൻ കാരണം, ഈ വഴി കൂടെ പോകുമ്പോൾ എൻ്റെ പപ്പ ഒരു രസകരമായ ഒരു തമാശ ചൊല്ലി പറയും. ഈ വഴി കൂടെ പോകുമ്പോൾ ഇടത്തേക്കുള്ളത് പപ്പയുടെ അമ്മ വീടും വലത്തേക്ക് ഉള്ളത് ശങ്കരാചാര്യയുടെ അമ്മ വീടുമാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു നല്ല നേച്ചർ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ ആ മേൽപ്പാഴൂർ മന. അപ്പോൾ ഇതാട്ടെ മേൽപ്പാഴൂർ മന. അപ്പോൾ അതെ, അവിടെ മുമ്പിൽ തന്നെ അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. പിന്നെ അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു മാമൂൻ ചോട്ടിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ആടുമ്പോൾ എന്താ റിഫ്രഷ്മെൻ്റ് ആണെന്നറിയോ, റിലാക്സിങ്. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയാം, അത്രയും നമുക്കൊരു എനർജി കിട്ടും അവിടെ നിന്ന് ആടുമ്പോൾ. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് നേരെ നമ്മൾ മേൽപ്പാഴൂർ മനയിട്ട് കയറുക കേട്ടോ. ഈ മനയുടെ അകത്ത് ക്യാമറാസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അത് റിസ്ട്രിക്റ്റ് ചെയ്തേക്കേണ്ട സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് കയറുമ്പോഴുള്ള ഒരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കയറുമ്പോഴുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഇത് പുറത്തിറങ്ങിയിട്ടുള്ള ആ മനയുടെ സ്ഥലങ്ങളാണ് കേട്ടോ. ഈ ന്യൂറൽ പെയിൻറ്റിങ്സും ഇതൊക്കെ ആദിശങ്കരാചാര്യരുടെ ബർത്തും ഒരു ലൈഫിൻ്റെ ന്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. അപ്പം മമ്മി ആ ഒരു ന്യൂറൽ പെയിൻറ്റിങ്സ് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ പോയത് അവിടുത്തെ പുറത്തൊരു കിണറിൻ്റെ ഒക്കെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പല വഴിയിട്ട് പോയി കാണിച്ചാൽ അവിടെ ഒരു വലിയ സ്ഥലമായതുകൊണ്ട് എല്ലായിടത്തും കാണുമ്പോൾ പല ആൾക്കാരും പല വഴിക്ക് പോകും. അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ട് വരണ ആട്ടോ നിങ്ങളിപ്പോൾ ഈ ക്ലിപ്പ് കണ്ടേ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ കിണർ. ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. കാരണം വെച്ചാൽ ഈ വെള്ളം കോരി എപ്പോഴും എടുത്ത് കുടിക്കാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഈ കോരി എടുത്ത് കുടിക്കുമ്പോൾ താഴെയിട്ട് വെള്ളം വീഴില്ലേ, അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് കാൽ തൊടുമ്പോൾ എന്ത് തണുപ്പാണെന്നറിയോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളം കുടിക്കണമെന്ന് ഇതായതുകൊണ്ട് ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വെള്ളം അങ്ങ് കോരി ഞാനായിട്ടോ വെള്ളം എടുത്തത്. അപ്പോൾ ഞങ്ങൾ കോരി എടുക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഗ്രിഡിൽ നമ്മുടെ ആ കൊട്ട ഇങ്ങനെ കുടുങ്ങിയത്. പിന്നെ ഞാൻ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ചക്കുവിന് ഗ്ലാസ് കിട്ടിയപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ഭയങ്കര തണുപ്പായിട്ടാണ് വെള്ളം. പിന്നെ ഈ ഒരു ഓലയാണ് പനയോല എന്നൊക്കെ പറയണത്. ഈ ഓല കൊണ്ടാണ് നമ്മൾ ഈ ഓലക്കുടയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ സംഭവത്തിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതെ, മമ്മിയും പപ്പയും അതിൻ്റെ ഇടയ്ക്ക് ഒരു റൂമുണ്ട് ശങ്കരാചാര്യരുടെ എന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ ബർത്ത് നടന്ന റൂം പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വരണ ഒരു ക്ലിപ്പായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണണേ. പിന്നെ ഈ അതിൻ്റെ ആ ഒരു പൂമുഖത്തിരിക്കുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, ആ നേച്ചർ ബ്യൂട്ടിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു റിലാക്സ്മെൻറ്റ് തോന്നും. അതാണ് ഞാൻ എന്തൊക്കെയോ അവിടെ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പ് നിങ്ങളാ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഈ ഓടിപ്പോകുന്നത് നമ്മുടെ മനേൻ്റെ പുറത്തിറങ്ങി നേരെ നടക്കുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ, എന്താ പറയുക, അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലക്കുളം പോലത്തെ ഒരു കുളമാണ്. അപ്പോൾ ഞാൻ ഈ കുളം കണ്ടപ്പോൾ തന്നെ പപ്പയോട് പറയുമായിരുന്നു, പപ്പയെ നമ്മൾ മണിച്ചിത്രത്താഴിൽ ഒരു കുളം കാണിക്കില്ല അതേപോലത്തെ കുളം അല്ലേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ ഗേറ്റൊക്കെ തുറന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആ വെള്ളത്തിലും നല്ല തണുപ്പ്. അപ്പോൾ മമ്മി ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഓടിച്ചാടി ഇറങ്ങിപ്പോയപ്പോൾ പറയാമായിരുന്നു, എടി തെന്നിയടിച്ച് വീഴും, കയറി മര്യാദയ്ക്ക് കയറിയിരിക്കാൻ. എന്നിട്ട് ഞാൻ കാണിക്കണത് അവിടെ ഒരു വലിയ ഗോൾഡൻ ഫിഷ്, ഒരുമാതിരി ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പിലെ ഒരു ഗോൾഡൻ ഫിഷ് വലിയത് കണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. പക്ഷേ ആ ക്ലിപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, സോറി ഗൈസ്. അപ്പോൾ ഇതാട്ടോ അവിടെ നിന്ന് കാണുന്ന ഒരു കുഞ്ഞ് കുളത്തിൻ്റെ അരികിലുള്ള ഒരു
ഷെഡ്, ഒരു മന പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ചക്കു ആണെങ്കിൽ കുറേ നേരമായിട്ട് അതിനകത്ത് തന്നെ ഇട്ട് ഇങ്ങനെ തത്തിക്കളിക്കുക കേട്ടോ, വെള്ളം ഇരുന്നിട്ട്. കാരണം അത്രയും സുഖം, നമുക്ക് എന്താ പറയുകയെന്നറിയില്ല കേട്ടോ. നമ്മൾ ഈ നല്ലൊരു എനിക്ക് എന്താ പറയുക, നമ്മുടെ ഹിൽ പാലസിനെ പോലത്തെ ഒരു സ്ഥലമാട്ടോ ഇപ്പോൾ നമ്മൾ ഈ ശങ്കരാചാര്യരുടെ ഈ ബർത്ത് പ്ലേസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ചിട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ സ്ഥലമാട്ടോ ഇത്, എല്ലാവരും ഇവിടെ വരിക. കാരണം വെച്ചാൽ അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ആ കുളത്തിൽ നിന്ന് അരികിൽ നിന്ന് നേരെ പോകുമ്പോൾ ഒരു അമ്പലം കാണാം. ആ അമ്പലത്തിയിട്ട് നമ്മൾ കയറുകയൊന്നും ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഈ ഓടിപ്പോകുന്നത് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ അവിടുത്തെ ഊട്ടുശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ. അവിടുത്തെ ഭക്ഷണം ഫുൾ ഫ്രീ ആട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ വയറും മനസ്സും നിറയണ വരെ നമുക്ക് കഴിക്കാം. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്നത് ഇവിടുത്തെ ലൈബ്രറിയിട്ടാട്ടോ. ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സ്നേഹമാണ്. ഇവരുടെ ആൾക്കാർ നമുക്ക് നൽകുന്ന സ്നേഹം അത് വേറെ ലെവലാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വരണ വരിക്കായിട്ട് അവിടുത്തെ ഒരു കിളി കണ്ടത്. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി ആ സൂം ചെയ്തെടുക്കാൻ. അപ്പോൾ മമ്മി ആ സൂം ചെയ്തെടുത്തൊരു ക്ലിപ്പാട്ടോ ഇത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മനയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ഊഞ്ഞാലിയിട്ടാട്ടോ. അവിടെ പോയി കുറച്ച് നേരം കിടന്ന് ആടിക്കാന്ന് വെച്ചാൽ കുറേ കാറ്റുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഒരു തണൽ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇന്ന് ആടാലോ, ഒരു റിഫ്രഷ്മെൻറ്റിനും റിലാക്സിങ്ങിനും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ആടിയിട്ട് ഞാനും പപ്പയും കൂടി പോകുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം കാണിച്ചൊരു ബുക്ക് സ്റ്റാളില്ലേ, അവിടെ നിന്നായിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ കുറച്ച് ബുക്കൊക്കെ നോക്കിയിട്ട് 2 ബുക്ക് മേടിച്ചിട്ടോ. ആ 2 ബുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ 2 ബുക്കുകൾ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഞാൻ ആ കുളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് മന എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ, ആ മനയിട്ട് പോയി. അപ്പോൾ ആ മനയിട്ട് പോയപ്പോൾ ഞങ്ങൾ മൊബൈൽ ഹൊറിസോണ്ടലാക്കാതെ വെർട്ടിക്കലായിട്ടാട്ടോ പിടിച്ച്, അതുകൊണ്ടാട്ടോ ഇപ്പം നിങ്ങൾ ഇങ്ങനെ വീഡിയോ കാണുന്നത്. പിന്നെ ഞങ്ങൾ ആ കുഞ്ഞു മനേൻ്റെ നേരെ പോകുമ്പോൾ കാണുന്ന അവരുടെ ഒരു ശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂഷനാട്ടോ ഇത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നേരെ കയറുമ്പോൾ തന്നെ ഈ ഒരു ശില്പം, ഈ ഒരു രൂപം കാണാം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്താ ഒരു ക്ലിപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ചുറ്റും നടന്നൊരു ക്ലിപ്പാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇതാട്ടോ ആ ക്ലിപ്പ്. അപ്പോൾ ഇത് നല്ല എനിക്ക് ഇവിടെ എന്തോ ഒരു കാം ഫീൽ തോന്നി കേട്ടോ. കാരണം നോയ്സ്ലെസ് ആയിട്ടും എല്ലാം നല്ലൊരു കാം ഫീൽ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ഒരു രൂപത്തിൻ്റെ ഒരു ഫുൾ വ്യൂ. സോ ഞങ്ങൾ അതും കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ശങ്കരാചാര്യരുടെ ബർത്ത് പ്ലേസിനോട് ടാറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിട്ട് കയറി. ഞങ്ങൾ കുറച്ചിറങ്ങിയപ്പോഴായിരുന്നു ഇതെന്തോ ഊട്ടുശാലയോ എന്തോ, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം